കാരുണ്യവാനായ എൻ്റെ ഈശോയെ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു. എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ. ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ. ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കെണികളും ഭേദിക്കുവാനും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ. എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ. ആമേൻ. ശുദ്ധീകരാത്മാക്കളുടെ വണക്കമാസം 17-ാം ദിവസം. ജപം. ദയ ചെയ്യുവാനും മോചനം നൽകുവാനും സദാ ഒരുങ്ങിയിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ബന്ധുക്കളുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടുകൂടി തൃക്കൺ പാർത്ത് അവരുടെ സകല പാപങ്ങളെയും പുറത്തു കൊള്ളണമേ. ഈ ആത്മാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന വേദന സ്ഥലത്തു നിന്നും പുറപ്പെട്ട നിത്യായുസായ അങ്ങേപ്പക്കൽ ചേരുവാൻ കൃപ ചെയ്യണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാതെ തിരിച്ചവരെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തരളയണമേ. സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവേ, ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിയണമേ. നിത്യപിതാവേ, മാതാപിതാക്കൾ, സംബന്ധികൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടി വളർത്തു സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സംബന്ധികൾ, സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിത്യാശ്വാസം അവർക്ക് കൊടുത്തരളയണമേ. നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുഹൃത ജപം. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ. മരിച്ച നിങ്ങളുടെ ബന്ധുക്കളെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി 5 സ്വർഗസ്വനായ പിതാവേ, 5 നന്മ നിറഞ്ഞ മറിയമേ, 5 ത്രിത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കണം.